നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 91-ാമത്തെ ശ്ലോകം. ആദ്യാവിദ്യാ ഹൃദ്ഗദാ നിർഗദാസി ദിദ്യാഹൃദ്യാ ഹൃദ്ഗദാ ത്വത്പ്രസാദാൽ സേവേ നിത്യം ശ്രീകരം ത്വത്പദാബ്ജം ഭാവേ മുക്തേർഭാജനം രാജമൗലേ. ത്വത്പ്രസാദാൽ, അവിടുത്തെ സന്തോഷത്താൽ, അവിടുത്തെ ആ പ്രസാദത്താൽ, രാജമൗലേ ചന്ദ്രശേഖര, ഹൃദ്ഗദ ആദ്യ അവിദ്യ, ഹൃദയത്തിലുള്ള ഒന്നാമത്തെ അവിദ്യയായ മായ, നിർഗത പുറത്തുപോയി. ഹൃദ്യാവിദ്യ, മനസ്സിനെ പ്രീതികരമായ ജ്ഞാനം, ഹൃദ്ഗത പ്രാപ്തമായി. നിത്യം ശ്രീകരം ത്വത്പദാബ്ജം, എന്നും നന്മയെ മാത്രം ചെയ്യുന്ന അങ്ങയുടെ തൃച്ചേവടികളെ, ഭഗവാന്റെ തൃച്ചേവടികളെ അഹം സേവേ, ഞാൻ ഭജിക്കുന്നു. മുക്തേഹേ ഭാജനം ഭാവേച്ച, മുക്തിക്ക് പാത്രമായി ഭവിക്കണമേ. പരമേശ്വരൻ്റെ പ്രസാദം കൊണ്ട് എന്നിലുണ്ടായിരുന്ന അനാദിയായ അവിദ്യ അകന്നുപോയിരിക്കുന്നു. ഹൃദയത്തിന് അത്യന്തം പ്രിയമായ ജ്ഞാനം വന്നു ചേരുകയും ചെയ്തിരിക്കുന്നു. സകലതിലും കുടികൊള്ളുന്ന ആ ചൈതന്യം തന്നെയാണ് തൻ്റെ ഹൃദയേശ്വരനായി നിലകൊള്ളുന്നത് എന്ന അറിവ് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു. ഞാൻ ഈ ശരീരമാണ് എന്നതാണ് അവിദ്യയാകുന്ന മോഹം. ഈ മോഹം എങ്ങനെ അകന്നുപോകും? ഈ ജീർണിച്ചു പോകുന്ന ശരീരമല്ല എൻ്റെ അസ്തിത്വം എന്ന അറിവുണ്ടാകുന്നത് ത്വത്പ്രസാദാൽ മാത്രമാണ്. ഭഗവത് പ്രസാദത്താൽ മാത്രമാണ് ആ അറിവ് ലഭിക്കുന്നത്. ഭഗവത്ഗീതയിൽ അർജുനനും ഇത് തന്നെ പറയുന്നു. നഷ്ടോ മോഹസ്മൃതിർ ലബ്ധ്വാ ത്വത്പ്രസാദാൻ മയാച്യുത. അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്മോഹം നീങ്ങിയിരിക്കുന്നു ഭഗവാനെ. ശരിയായ ബോധം എനിക്ക് കിട്ടുകയും ചെയ്തു. അത് ഹേതുവായി ഇനി ശാശ്വതവും ശ്രീകരവുമായ ഭഗവാന്റെ പാദപത്മത്തെ ഞാൻ സദാ സേവിക്കുന്നു. ഏതുവരെയാണ് ഈ ഭജനം ചെയ്യേണ്ടത്? പരിപൂർണ മുക്തി കൈവരുന്നതുവരെ ഭജനം ചെയ്യണം. ജപധ്യാനാദികൾ അനുഷ്ഠിക്കുക തന്നെ വേണം.